ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററായ അസോസിയേഷൻ ഓഫ് സബ്സ്റ്റൻസസ് നമ്മൾ തുടങ്ങി അല്ലേ? അപ്പോൾ ഇന്നലത്തെ ക്ലാസ് എല്ലാവരും കണ്ടായിരുന്നോ? ഇന്നലെ നമ്മളൊരു ചെറിയ ക്ലാസ്സാണ് എടുത്തത്. നമ്മൾ ഇന്നലെ എന്താ പഠിച്ചത്? എല്ലാവരും ഓർക്കുന്നുണ്ടോ? എന്തായിരുന്നു? യെസ്, മിക്സ്ചർ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കി. എന്തായിരുന്നു മിക്സ്ചർ? Yes, a mixture is a combination of more than one substance. വെരി ഗുഡ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി, ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ മിക്സ്ചറിൻ്റെ? നമ്മൾ കുറേ എക്സാമ്പിൾസ് പഠിച്ചു. ഒരു എക്സാമ്പിൾ നിങ്ങളൊരു 2 എക്സാമ്പിൾസൊക്കെ എന്താണ് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, വെരി ഗുഡ്. ഷുഗർ സൊല്യൂഷൻ, അതുപോലെ തന്നെ സാൾട്ട് സൊല്യൂഷൻ, ലൈം ജ്യൂസ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇന്നലത്തെ വീഡിയോയിൽ പഠിക്കാനുണ്ടായത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നും കൂടി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നല്ല സിമ്പിളായിട്ട് നല്ല ട്രിക്സൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ ആണോ? എല്ലാവരും റെഡി ആയോ? എല്ലാവരും സെറ്റാണോ പഠിക്കാനായിട്ട്? അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇന്നലെ ഇഷ്ടം പോലെ മിക്സ്ചറിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ലൈം ജ്യൂസ്, അതുപോലെ തന്നെ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, അതുപോലെ തന്നെ നമ്മുടെ ചോക്ക് പൗഡറിൻ്റെ സൊല്യൂഷൻ, അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നല്ല എളുപ്പമായിട്ട് സിമ്പിളാണ്. എല്ലാവരും നോക്കിക്കേ. അതായത് നമ്മളോട് പരീക്ഷയ്ക്ക് എക്സാമ്പിൾ ചോദിക്കും. എന്തിനുള്ള? മിക്സ്ചേഴ്സ് വിത്ത് സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്. നമ്മൾ മിക്സ്ചർ, ഇപ്പോൾ സാൾട്ട് സൊല്യൂഷൻ്റെ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കി? സാൾട്ടും വാട്ടറും. അതുപോലെ തന്നെ ഷുഗർ സൊല്യൂഷൻ്റെ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കി? ഷുഗറും വാട്ടറും അല്ലേ? അപ്പോൾ എന്താണ് അവിടെ? ഷുഗർ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് അല്ലേ? വാട്ടർ എന്താണ്? ലിക്വിഡ്. അപ്പോൾ നമ്മുടെ സോളിഡായ സാൾട്ട് അല്ലെങ്കിൽ ഷുഗർ എന്ത് ചെയ്യുന്നു? ആ ലിക്വിഡായ വാട്ടർ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ആവുന്നു അല്ലേ? അലിഞ്ഞു ചേരുവാണ്. അപ്പോൾ നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? സാൾട്ട് വാട്ടർ, ഷുഗർ ഇൻ വാട്ടർ, പിന്നെ ലെമൺ ജ്യൂസും പറയാം. നമ്മുടെ ഷുഗറും അല്ലെങ്കിൽ സാൾട്ട് എന്താണ്? വാട്ടറിൽ അലിഞ്ഞു പോവല്ലേ നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങളോട് എക്സാമ്പിൾ ചോദിക്കും. അതായത് മിക്സ്ചേഴ്സ് വിത്ത് സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്, അതായത് ലിക്വിഡിൽ സോളിഡ് അലിഞ്ഞു പോകുന്ന മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ച് ഇപ്പം തന്നെ നമുക്ക് പഠിച്ചു പോകണം. ഏതൊക്കെയാണ്? ഒരു 2 എക്സാമ്പിൾസ് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഏതൊക്കെയാണ്? എല്ലാവരും നല്ല ഗുഡ് ബോയ്സ് ഗുഡ് ഗേൾസ് ആയിട്ടൊന്ന് പറഞ്ഞേ. യെസ്, സാൾട്ട് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ, ലെമൺ ജ്യൂസ്. ഓക്കെ ആണോ? റെഡി ആയോ? ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കിയാലോ. ഇനി മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്, അതായത് 2 സോളിഡ്സിൻ്റെ മിക്സ്ചർ. നമ്മുടെ റവ മിക്സ്ഡ് വിത്ത് സാൾട്ട്. ഇവിടെ സാൾട്ടും സോളിഡാണ്, അതുപോലെ തന്നെ റവയും സോളിഡാണ്. അപ്പോൾ റവയും സോളിഡാണ്, സാൾട്ടും സോളിഡാണ്. അപ്പോൾ റവ മിക്സ്ഡ് വിത്ത് സാൾട്ട് എന്തിന് എക്സാമ്പിളാണ്? മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്. ഇനി വേറൊരെണ്ണം സാൻഡ് മിക്സ്ഡ് വിത്ത് ഷുഗർ. ഓക്കെ, അല്ലെങ്കിൽ റൈസ് മിക്സ്ഡ് വിത്ത് ദാൽ. ഓക്കെ ആണോ? അപ്പോൾ ഇതെന്തിൻ്റെ എക്സാമ്പിൾസാണ്? മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ്സ്. അപ്പോൾ എന്ത് പറയാം? റവ മിക്സ്ഡ് വിത്ത് സാൾട്ട്, അല്ലെങ്കിൽ ഈ സാൻഡിന് പകരം റവ മിക്സ്ഡ് വിത്ത് ഷുഗർ, അല്ലെങ്കിൽ റൈസ് മിക്സ്ഡ് വിത്ത് ദാൽ. നിങ്ങൾക്ക് മറ്റേ ദാൽ കറിയൊക്കെ ഇഷ്ടമാണോ? പരിപ്പ് കറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണോ? നിങ്ങളുടെ വീട്ടിൽ അമ്മമാർ വെച്ച് തരാറുണ്ടോ? ഓക്കെ, അപ്പോൾ മിക്സ്ചേഴ്സ് ഓഫ് സോളിഡ് എല്ലാവരും പഠിച്ചോ? ഏതൊക്കെയാണ്? 2 സോളിഡ് ഐറ്റത്തിൻ്റെ കോമ്പിനേഷൻ. ഏതൊക്കെയാണ്? യെസ്, വെരി ഗുഡ്. റവ മിക്സ്ഡ് വിത്ത് സാൾട്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ റവ മിക്സ്ഡ് വിത്ത് ഷുഗർ, അല്ലെങ്കിൽ റൈസ് മിക്സ്ഡ് വിത്ത് എന്താണ്? ദാൽ. പഠിച്ചോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്, ഇവിടെ നോക്കിക്കേ, മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ 1 സോളിഡ് ഡിസോൾവ്ഡ് ഇൻ ലിക്വിഡ്.
അതായത് അവിടെ എന്തുണ്ട്, ലിക്വിഡും ഉണ്ട്, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ സോളിഡ് എന്ത് ചെയ്യുന്നു, ആ ലിക്വിഡിൽ ഡിസോൾവ് ആയി പോകുന്ന മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് സാൾട്ട് ഇൻ വാട്ടർ. ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇല്ലേ, അതൊരു സോളിഡാണ്. അതും സാൾട്ടും വാട്ടറും അതെന്താണ്, ഇതും സോളിഡാണ് ഇതും സോളിഡാണ്. വാട്ടർ എന്താണ്, ലിക്വിഡാണ്. അപ്പോൾ നിങ്ങളൊക്കെ വലിയ വലിയ ക്ലാസ്സുകളിൽ ഒരു പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ ഇതുപോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, സോഡിയം, അതുപോലെ തന്നെ പല കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലാബിലൊക്കെ ഓരോ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണോ ലാബിൽ പോയി എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കണം. 2 എക്സാമ്പിൾസ് എന്തായാലും പഠിച്ചു വെക്കുന്നതിന് പ്രശ്നമില്ലല്ലോ. പിന്നെ വേറൊരു എക്സാമ്പിൾ ഷുഗർ സാൾട്ടും ഡിസോൾവ്ഡ് ഇൻ വാട്ടർ, അതും ഒരു മിക്സ്ചറിൻ്റെ എക്സാമ്പിളാണ്. വേറൊന്നോ ഗ്ലൂക്കോസ് പ്ലസ് സാൾട്ട് ഇൻ വാട്ടർ. ഓക്കെ, ഗ്ലൂക്കോസും സാൾട്ടും എന്താണ്, സോളിഡ് അല്ലേ, വാട്ടർ എന്താണ്, ലിക്വിഡ്. ഓക്കെ, നിങ്ങൾ മറ്റേ ഈ സ്പോർട്സിൻ്റെ ഡേ അന്നൊക്കെ നിങ്ങൾ ഗ്ലൂക്കോസ് കലക്കി കുടിക്കാറുണ്ടോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിക്കാറുണ്ടോ എല്ലാവരും? ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഈ 3 എക്സാമ്പിൾസ് എല്ലാവരും പഠിച്ചോ? ഉറപ്പല്ലേ? 2 എണ്ണം വെച്ച് എന്തായാലും പഠിക്കണം കേട്ടോ, ഇപ്പം തന്നെ പഠിക്കണം. ഓക്കെ, ഇനി 4ാമത്തെ മിക്സ്ചർ നോക്കാം. മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ വിസിബിൾ. അതായത് നമ്മൾ ഇപ്പോൾ ഒരു മിക്സ്ചർ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കമ്പോണൻസ് അതിലേക്ക് ഇട്ടോ അതൊക്കെ നമുക്ക് കാണാൻ പറ്റണം. ഒരു എക്സാമ്പിൾ പറയട്ടെ, നമ്മുടെ ചോക്ക് പൗഡർ ഇൻ വാട്ടർ. അതായത് നമ്മൾ കുറച്ച് ചോക്ക് പൗഡറും വാട്ടറും കൂടി എടുത്താലുണ്ടല്ലോ, ഈ ചോക്ക് പൗഡർ ഒരിക്കലും അതിൽ ഡിസോൾവ് ആയി കിടക്കത്തില്ല. അത് അടിയിലിങ്ങനെ സെറ്റിലായിട്ട് കിടക്കും, അടിയിലിങ്ങനെ കിടക്കണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, സാൻഡ് ഇൻ വാട്ടർ. നിങ്ങൾ മണ്ണ് വെള്ളത്തിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിക്കേ, കുറച്ച് നേരം കഴിയുമ്പോൾ എന്താണ്, സാൻഡ് ഇവിടെ കിടക്കും, വെള്ളം മേലെ കിടക്കും ഇല്ലേ? അതെല്ലാവരും ചെയ്ത് കാണുമല്ലോ. നിങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ നിങ്ങൾ മണ്ണിലൊക്കെ കളിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇനി വേറൊന്നാണ് ഓയിൽ ആൻഡ് വാട്ടർ. അവിടെ എന്താണ്, ഈ വെള്ളത്തിലേക്ക് ഓയിൽ ഒഴിക്കുമ്പോൾ ആ ഓയിൽ എന്താ, മേലെ ഇങ്ങനെ കിടക്കൂലേ? ഓക്കെ, ഓയിൽ ഇങ്ങനെ മേലെ ഇങ്ങനെ കിടക്കും, മനസ്സിലായോ? പിന്നെ റൈസ് ആൻഡ് പൾസസ്, റൈസും പൾസസും മിക്സ് ചെയ്യുമ്പോൾ എന്താ, അവിടെയും നമുക്ക് ആ കമ്പോണൻസായ റൈസും പൾസസും കാണാൻ പറ്റത്തില്ലേ? അപ്പോൾ നിങ്ങൾ 2 എക്സാമ്പിൾ പഠിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ചോക്ക് പൗഡർ ഇൻ വാട്ടർ, സാൻഡ് ഇൻ വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ, റൈസ് ആൻഡ് പൾസസ്. ഇഷ്ടമുള്ള എളുപ്പമുള്ള 2 എണ്ണമല്ലേ, ചോക്ക് വാട്ടർ ഇൻ വാട്ടർ, ചോക്ക് പൗഡർ ഇൻ വാട്ടർ, സാൻഡ് ഇൻ വാട്ടർ, ഓയിൽ ആൻഡ് വാട്ടർ. അപ്പോൾ എല്ലാവരും പഠിച്ചോ? അപ്പോൾ 4 മിക്സ്ചേഴ്സ് ഇപ്പം നമ്മൾ പറഞ്ഞു. 4 എണ്ണത്തിൻ്റെയും എക്സാമ്പിൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. 1 മിനിറ്റ് ടൈം തരൂ കേട്ടോ, ഒന്ന് ഓർത്ത് നോക്കിക്കേ. എല്ലാവരും ഓർക്കണേ, എല്ലാവരും ഒന്ന് ഓർത്ത് നോക്കിക്കേ. എല്ലാവരും ഓർത്തോ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ. ഇനി നമ്മുടെ ലാസ്റ്റ് ആണ് മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ. അതായത് നമ്മളിപ്പോൾ 2 കമ്പോണൻസ് ഇട്ടു, നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്താണ്, ആ 2 കമ്പോണൻസും കാണാൻ പറ്റുന്നില്ല. അതിന് എക്സാമ്പിൾ എന്താ, ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്ന എക്സാമ്പിൾ തന്നെ, സാൾട്ട് സൊല്യൂഷൻ. നമുക്ക് വാട്ടറും സാൾട്ടും ആണ്, നമ്മളത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ വാട്ടർ കിട്ടുന്നുണ്ടോ? അവിടെ ഒരു ഉപ്പുവെള്ളമല്ലേ കിട്ടുന്ന. ആദ്യം നമ്മളെന്താണ്, വാട്ടർ ഒഴിച്ചു, നമുക്ക് കിട്ടിയത് എന്താ, ഉപ്പുവെള്ളം. പിന്നെ നമ്മൾ അതിലേക്ക് ഉപ്പൊഴിച്ചു, ഉപ്പിട്ടു, നമുക്ക് ആ ഉപ്പ് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, വിനെഗർ ഇൻ വാട്ടർ, ലെമൺ ജ്യൂസ്, ഇതൊക്കെ എന്താണ്, മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ. അപ്പോൾ ഈ 5 കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. 2 എണ്ണം വെച്ചുകൊണ്ട് എന്തായാലും പഠിച്ചിരിക്കണേ. ആ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ അത്രയും പഠിച്ചാൽ എന്തായാലും എ ഗ്രേഡ് കിട്ടും. ഈ പ്രാവശ്യം എല്ലാവരും എ ഗ്രേഡ് വാങ്ങണം. ഓക്കെ, നമുക്കൊരു എന്താണ്, ഒരു വാശിയാവണം, എ ഗ്രേഡ് വാങ്ങണം എന്നുള്ളൊരു വാശിയായ നമുക്ക് എന്തായാലും പറ്റും. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇനി
ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞ നമ്മുടെ 5 കാര്യങ്ങളില്ലേ, 5 കാര്യങ്ങൾ ടേബിളായിട്ട് നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതെന്താ പഠിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നോട്ടൊക്കെ ഉണ്ടാക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എ ഗ്രേഡൊക്കെ കിട്ടുവാണെങ്കിൽ, അതുപോലെ തന്നെ നല്ല മാർക്ക് കിട്ടുവാണെങ്കിലും എല്ലാം നിങ്ങൾ കമൻ്റ് ഇടുമോ? ഇപ്പോൾ കമൻ്റ് ഒന്നും ആരും ഇടുന്നില്ലല്ലോ, അതെന്നെ പറ്റി? അപ്പോൾ ഇതാട്ടോ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 81 ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് നോക്കി ഫില്ല് ചെയ്യണം കേട്ടോ. ഇത്രയാണ് ആ 5 മിക്സ്ചേഴ്സിൻ്റെ എക്സാമ്പിൾസ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓരോ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓരോന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഒരെണ്ണം കൂടി എഴുതിയാൽ മതി. അപ്പോൾ നമ്മളൊരു 2 എണ്ണം എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ടെക്സ്റ്റ് ബുക്കിൽ ഈ പേജ് നമ്പർ 81 തന്നെ തുടക്കത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും പറയണം കേട്ടോ. ഡു ഓൾ ദ ഇൻഗ്രീഡിയൻസ് ഇൻ ദ മിക്സ്ചേഴ്സ് യു പ്രിപ്പയർഡ് ബിലോങ് ടു ദ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഇവിടെ സെയിം സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്താണ്? അതായത് നമ്മൾ യൂസ് ചെയ്ത എല്ലാ ഇൻഗ്രീഡിയൻസും സോളിഡ് ആണോ, അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ലിക്വിഡ് ആണോ, അല്ലെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പോൾ നമ്മൾ സോളിഡും ലിക്വിഡും അല്ലേ കണ്ടേ, ആണോ? അല്ല അല്ലേ, നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചേഴ്സിൽ സോളിഡും ഉണ്ട് ലിക്വിഡും ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ സോളിഡും വെച്ചുകൊണ്ട് ഉണ്ടാക്കി അല്ലേ? അപ്പോൾ എന്താണ്? നോ, സം മിക്സ്ചേഴ്സ് ഹാവ് സോളിഡ്സ് ആൻഡ് ലിക്വിഡ്സ് ടുഗെദർ. എക്സാമ്പിൾ എന്താണ്? സാൾട്ട് വാട്ടർ. അവിടെ സോളിഡും ഉണ്ട് ലിക്വിഡും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്താ എക്സാമിന് വരിക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് എ സോളിഡ് ഇസ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? എല്ലാവരും പറഞ്ഞേ, നിങ്ങൾ പഠിച്ച 2 എക്സാമ്പിൾസ് ഒന്ന് പറഞ്ഞേ. എ സാൾട്ട് വാട്ടർ, ഷുഗർ സൊല്യൂഷൻ, ലെമൺ ജ്യൂസ്. വെരി ഗുഡ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും പറയണം കേട്ടോ. ആർ ദർ എനി മിക്സ്ചേഴ്സ് ഓഫ് 2 സോളിഡ്സ്? 2 സോളിഡ്സ് ഉള്ള മിക്സ്ചേഴ്സ് ഉണ്ടോ? ഉണ്ടല്ലേ? യെസ്. ഏതൊക്കെയാണ്? റവ പ്ലസ് സാൾട്ട്, റൈസ് പ്ലസ് ദാൽ, സാൻഡ് പ്ലസ് ഷുഗർ. വെരി ഗുഡ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് വിത്ത് മോർ ദാൻ 1 സോളിഡ് ഡിസോൾവ്ഡ് ഇൻ എ ലിക്വിഡ്? ഏതാണ്? യെസ്, സാൾട്ട് പ്ലസ് ഷുഗർ ഇൻ വാട്ടർ, പൊട്ടാസ്യം പെർമാംഗനേറ്റ് പ്ലസ് സാൾട്ട് ഇൻ വാട്ടർ, ഗ്ലൂക്കോസ് പ്ലസ് സാൾട്ട് ഇൻ വാട്ടർ. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇത് പഠിച്ചപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ എളുപ്പമായില്ലേ? ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ വിസിബിൾ? നമ്മൾ പറഞ്ഞായിരുന്നു, ഏതൊക്കെയാണ്? ചോക്ക് പൗഡർ ഇൻ വാട്ടർ, സാൻഡ് ഇൻ വാട്ടർ, ഓയിൽ പ്ലസ് വാട്ടർ, റൈസ് ആൻഡ് പൾസസ്. വെരി ഗുഡ്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ മിക്സ്ചേഴ്സ് ഇൻ വിച്ച് ഓൾ കമ്പോണൻസ് ആർ നോട്ട് വിസിബിൾ? ഏതൊക്കെയാണ്? സാൾട്ട് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ, വിനെഗർ ഇൻ വാട്ടർ, ലെമൺ ജ്യൂസ്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? കുറച്ച് കാര്യങ്ങളല്ലേ പഠിപ്പിച്ചോളും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും പഠിക്കുക. പിന്നെ കഴിഞ്ഞ ദിവസം പഠിച്ച നമ്മുടെ മിക്സ്ചറിൻ്റെ ഡെഫിനേഷനും പഠിച്ച് വെച്ചിട്ട് വേണം കേട്ടോ നാളത്തെ ക്ലാസ്സിൽ കയറാനായിട്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുമോ? ഓക്കെ ആണോ? പിന്നെ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ കമൻ്റ് ഇടുമോ? അപ്പോൾ നിങ്ങൾ ക്ലാസ് മനസ്സിലാവാൻ വേണ്ടി കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഉപകാരമാണെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമോ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളുടെ നോട്ട്ബുക്ക് കംപ്ലീറ്റ് ആക്കണം കേട്ടോ. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് നമ്മുടെ ആ ചാപ്റ്റർ 4 മുതലാണ് നമ്മുടെ ഇനിയുള്ള എക്സാമിന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്ങും പിന്നെ ഈ ചാപ്റ്ററും ഇനി പിന്നെ ഒരു ടെക്സ്റ്റ് ബുക്കും കൂടി വരാനുണ്ട്. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് വന്നേക്ക് മുന്നായിട്ട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കണം. ഓക്കെ ആണോ? അപ്പോൾ എല്ലാവരും റെഡി ആണോ? അപ്പോൾ താങ്ക് യു.